കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ ഒരു കയ്യബദ്ധം. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും കൂടെ നമ്മുടെ ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാൻ മറക്കട്ടെ. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർമി ഏരിയയിൽ ഒരു ചെറിയൊരു പരിപാടി, വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു മോഷണം. വണ്ടി അവിടെ പാർക്ക് വെച്ചതിന് ശേഷം ഞങ്ങളിത് ഇവിടെ വന്ന് പറിക്കുന്നുണ്ട്. പറിക്കുന്നത് വേറെ ഒന്നുമില്ല കൂട്ടുകാരെ, മൾബറിയാണ്. മൾബറി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയായിരിക്കും. നമ്മുടെ പഴയ കാലത്തൊക്കെ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ് പരിപാടി. ഇനി അതും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതാണ് സാധനം, ഇതാണ് മൾബറി. നമ്മുടെ നാട്ടിലുള്ള മൾബറിയുമായിട്ട് ഇതിന് ഭയങ്കര വ്യത്യാസമാണ്. അത്ര വലിപ്പമില്ല, എന്നാൽ ഇവിടുത്തെ നല്ല മധുരം ഉള്ളതാണ്. പുളി കുറവാണ്. നല്ല പഴുത്തിട്ടുണ്ടെങ്കിൽ പുളി കുറവായിരിക്കും, നല്ല മധുരമായിരിക്കും. ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ ചിലവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് പേഴ്സണലി നാട്ടിലുള്ള മൾബറിയാണ് എനിക്കിഷ്ടം. ഇത് നമ്മളിവിടെ നിന്ന് പറിക്കുന്ന സമയത്തൊക്കെ അതേ നോക്കിക്കുക, റോഡിൽ കൂടെ ഉള്ളവരൊക്കെ വണ്ടി ഓടിക്കുന്നവരൊക്കെ നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. ഇതാണ് സാധനം കേട്ടോ, നല്ല പഴുത്ത് നിൽപ്പുണ്ട്. ഈ ഏരിയയിൽ ഫുള്ളും ഇത് തന്നെയേ ഉള്ളൂ. നമ്മൾ നല്ല പഴുത്ത് നിൽക്കുന്ന, നല്ല കറുത്ത് നിൽക്കുന്നില്ലേ, അതൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ അങ്ങ് വീഴുവാണ് ചെയ്യുന്നത്. ഈ സൈഡിലോട്ട് ഫുള്ളും മിക്കവാറുമുള്ള മരങ്ങളെല്ലാം മൾബറിയാണ്. നല്ലപോലെ മരങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ ഇത്. പക്ഷെ ഇതും കഴിഞ്ഞ് മുന്നിലോട്ടാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നല്ല ചൂടായിരിക്കും. ഇവിടെ ഉള്ളവർക്ക് അത്യാവശ്യം ഈ ഒരു ചൂട് സമയത്ത് ഒരു സമാധാനം ഉള്ളവരാണ്. അപ്പോൾ ഇത് നോക്കിക്കുന്നത് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ മരം നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിലും ഇതുപോലെ മരമായിട്ട് വന്നത് ഞാൻ കണ്ടിട്ടില്ല. ചെടി പോലെയാണ് മൾബറി നിൽക്കാറ്. അവിടെ നിന്ന് കുറച്ച് മാറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു മൾബറി മരത്തിലാണെങ്കിൽ ഇലകളൊന്നും തന്നെ ഇല്ല കേട്ടോ. ആ പഴം മാത്രം, അതായത് മൾബറി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആ മൾബറി മാത്രമേ ഉള്ളൂ. ഇതിലെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മൾബറിയെ പോലെ ടേസ്റ്റ് ആയിരുന്നു. നല്ല ഇത്തിരി പുളിപ്പും അതുപോലെ തന്നെ മധുരം ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അത്യാവശ്യം സൈസും ഉണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മിക്കുട്ടിക്ക് ഒരു ആഗ്രഹം, മരത്തിൽ കയറണം. എനിക്ക് പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും ഒന്ന് വിചാരിച്ചു. പണ്ടേ ഞാനും അവളും മരത്തിൽ കയറാൻ ഭയങ്കര മിടുക്കികളാണെന്ന് നാട്ടുകാരുൾപ്പെടെ എല്ലാവർക്കും അറിയുന്നതാണ് സുഹൃത്തുക്കളെ. പണ്ടൊക്കെ നമ്മൾ റബ്ബറിൻ്റെ മരത്തിലാണ് കയറുന്നതെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ മൾബറിയുടെ പുറത്താണ് കയറുന്നത്. അവിടെ എവിടെയോ ഒരു ചെറിയൊരു മൾബറി നിൽപ്പുള്ളത് ഇവൾ കണ്ടിട്ടുണ്ട്. അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഈ സാഹസം ഫുള്ളും കാണിക്കുന്നത്. ഇതിലൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ, ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണി, ആ ഒരു ഡയലോഗ് ഇവിടെ ചേർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളിതേ കുറച്ച് കറിവേപ്പിലയും പറിച്ച് ഒരു കയ്യിൽ നിറയെ മൾബറിയും പറിച്ച് താത്തയ്യം കാട്ടിലെ എന്നുള്ള പാട്ടും പാടി നമ്മളിതേ പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരു വിശ്വപ്രഖ്യാതമായ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ, പാമ്പുള്ള സമയമാണ്, എല്ലാവരും സൂക്ഷിക്കുക. ആ കാട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് ഞങ്ങളും കയറി വരുന്നത്. പക്ഷെ നല്ലപോലെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് കേട്ടോ നമ്മൾ നടക്കുന്നത്. കാരണം പാമ്പിനെ പേടിച്ചേ പറ്റും, ചൂട് സമയമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരുത്തിതേ കറിവേപ്പിലയുടെ ഒരു ചെറിയൊരു മൂഡ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഹാപ്പിയാണോ അവളുടെ മുഖത്ത് കാണുന്നതെന്ന് എനിക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയില്ല. ഒരു കയ്യബദ്ധം എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെയും കുറച്ച് കറിവേപ്പിലയുടെയൊക്കെ മൂഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സംഭവം പറഞ്ഞാൽ നമ്മളിത് നല്ല കറിവേപ്പില, നല്ല മണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മൾബറി നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് നമ്മൾ രണ്ട് പെൺകുട്ടികൾ ചേർന്നാൽ എന്താണ് സംഭവിക്കുക? നുണയാണ് സംഭവിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവരുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും നുണയും പറഞ്ഞ് നമ്മൾ അവിടെ ഇരുന്ന് ഇത്രയും മൾബറി അവിടെ തീർത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും കൂടെ നമ്മളൊരു ചെറിയൊരു വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതും കൂടെ കണ്ടേക്കണേ. അപ്പോൾ ടാറ്റാ.